ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഒരു പൂരത്തിൻ്റെ വിശേഷമാട്ടോ. വേറെങ്ങത്തെയല്ല, നമ്മുടെ സ്വന്തം ചേർത്തല പൂരത്തിൻ്റെയാണ്. അപ്പോൾ ഞാനും അക്ഷയും കൂടിയാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് വേറെ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കെട്ടുകാഴ്ചയെല്ലാം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ, അതായത് നടനേരെയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു മിനി കൊടുങ്ങല്ലൂർ ഭരണി തന്നെയാട്ടോ ഇത്. പണ്ടുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ളൊരു കഥയാട്ടോ. അതായത് ദേവി ഇവിടെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ദേവി ഇരിക്കാൻ കൂട്ടാക്കാതെ വന്നപ്പോഴത്തേക്ക് ദേവിയെ ചീത്ത വിളിച്ചിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേല വരുന്ന സമയത്ത്, വേലപടയണി വരുന്ന സമയത്ത് ഭരണിപ്പാട്ട് പാടിയാണ് വരുന്നത്. തുള്ളി തിമിർത്ത് ഭരണിപ്പാട്ട് പാടിയാണ് നടനേരെ എത്തുന്നത്. അപ്പോൾ അത് നമുക്ക് കേട്ടറിവുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ ആ താളത്തിൽ പാടുന്നതാണ് തെറിപ്പാട്ട്, അതായത് ഭരണിപ്പാട്ട് കേട്ടോ. അപ്പം നല്ല ഒന്നാന്തരം ചീത്തയാണ് നമുക്ക് വിളിക്കുന്നത്. വീഡിയോയിൽ എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് അവിടെ നേരിട്ട് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ചെവി പൊട്ടുന്ന പോലത്തെ ചീത്തയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ആരെയും ഒന്നും തന്നെ പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ആചാരമാണല്ലോ. പിന്നെ ഇതാ ഇവിടുത്തെ ദേവിയുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് പിടിയാനയുടെ പുറത്താട്ടാ. പിന്നെ നമുക്കടുത്തത് വെടിക്കെട്ട് കാണാം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഞാൻ ഇത്ര അടുത്ത് നിന്നൊരു വെടിക്കെട്ട് കാണുന്നത്. കാരണം എനിക്ക് പേഴ്സണലി നല്ല പേടിയാണ്. അത് കുഞ്ഞിലേ എനിക്ക് പറ്റിയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് കാരണമാട്ടോ. അതായത് ഞാൻ കുഞ്ഞായിരുന്ന ഒരു സമയത്ത് വീടിനടുത്ത് ഒരു വിഷുവിൻ്റെ ടൈമാട്ടോ. അപ്പം വീടിനടുത്ത് തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നേ. അപ്പം അമ്മ എന്നെ എടുത്തിട്ട് അത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീടിൻ്റെ വേലിയുടെ അവിടെ പോയി നിന്നതാണ്. അപ്പം അവിടുത്തെ ചേട്ടൻ അത്യാവശ്യം പ്രായമുണ്ടേ. അപ്പം പുള്ളി ഒരു ഓലപ്പടക്കം പൊട്ടിച്ചിട്ട് ഇട്ടതാണ്. പക്ഷെ അത് വന്ന് വീണത് എൻ്റെ അമ്മയുടെ ദേഹത്തോട്ടായിരുന്നു. അങ്ങനെ അത് പൊട്ടി നമ്മുടെ ദേഹത്ത് മൊത്തം പൊള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പിന്നെ എനിക്ക് പേടിയാണ്. കാരണം പടക്കത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നതും അതുപോലെ തന്നെ പൊട്ടുന്നത് കാണുന്നതും എനിക്ക് പേടിയാണ്. വീട്ടിൽ വാങ്ങിച്ചാൽ പോലും ഞാൻ ആ ഏരിയയിൽ പോലും നിൽക്കാറില്ല. ഫുള്ള് ഞാൻ ഓടും, കാരണം എനിക്ക് നല്ല പേടിയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു അമ്പലത്തിൽ ഞങ്ങൾ പോയാലും ആനയുടെ അടുത്തോ അതുപോലെ തന്നെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിലോ ഞങ്ങൾ പോയി നിൽക്കാറില്ല, ഞാൻ നിർത്താറില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ അമ്പലങ്ങളിലും ആന ഇടയുന്നതും വെടിക്കെട്ടിനിടയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഇനിയിപ്പം നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ പോയി നിൽക്കുമ്പോൾ അങ്ങനെ വന്നാലോ, ആർക്കെങ്കിലും ആപത്തുണ്ടായാലോ എന്നുള്ള ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു. അതുകൂടാണ്ട് എൻ്റെ അമ്മയും മറ്റേയും കണിച്ചുകുളങ്ങര അമ്പലത്തിൽ ഉത്സവത്തിന് പോയൊരു സമയത്ത് അവിടെ എന്തോ ഇതുപോലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം ഇവർ ഓടി വീണു. അപ്പം ആൾക്കാരെല്ലാം കൂടി ഇവരുടെ മേളിൽ ചവിട്ടുകയും അന്ന് വലിയ പരിക്കുകളൊന്നും ഇല്ലാണ്ട് തന്നെ രണ്ടുപേരും അച്ഛനും അമ്മയും ആയിരുന്നേ. അപ്പം രണ്ടുപേരും രക്ഷപ്പെട്ടു. അപ്പം അതിൽ പിന്നെ എനിക്ക് പേടിയാണ്. ഏതൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയാലും ഒന്നെങ്കിൽ റോഡിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളൊഴിഞ്ഞ പറമ്പിൽ നിന്നോ ആണ് ഞങ്ങൾ പൊതുവേ വെടിക്കെട്ട് കാണാറുള്ളത്. കാരണം അമ്പലത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്നിട്ട് വെടിക്കെട്ട് കണ്ടിട്ടുള്ളത് റെയറാണ്. ഇത്രയും അടുത്ത് നിന്ന് കാണുന്ന എൻ്റെ ലൈഫിലെ ഏറ്റവും ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.